പോലീസിന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ട് സർവകലാശാലയുടെ മതിൽക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇടത്തിനുള്ളിൽ കയറി പ്രതിഷേധിക്കുകയാണ്. പോലീസിനെ തടയാൻ കഴിയുന്നതിന് മുൻപേ പ്രവർത്തകർ അകത്തേക്ക് പോയി അവരെ അവിടെ നിന്ന് ഒഴിവാക്കാൻ മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നുമുണ്ട്. മുൻ MLA CK ശശീന്ദ്രനും CPM നേതാക്കളും നിഷ്പക്ഷമായി കേസ് അന്വേഷിച്ച കൽപ്പറ്റ DYSPയെ നേരിട്ടെത്തി ഭീഷണിപ്പെടുത്തി കേസ് അന്വേഷണങ്ങൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉൾപ്പെടെ പ്രതിപക്ഷം ശക്തിപ്പെടുത്തുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ സംഘർഷഭരിതമായി പൂക്കോട് സർവകലാശാല മാറുന്നത്. കോളേജ് ഡീനിനെതിരെയാണ് പ്രതിഷേധം. ഇങ്ങനെ ഒരു ക്രൂര പീഡനം ഒരു കുട്ടിക്ക് അവിടെ നേരിടേണ്ടി വന്നു, അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ല എന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം സർവകലാശാലയ്ക്ക് നൽകിയ വിശദീകരണത്തിൽ ഡീൻ വ്യക്തമാക്കിയത്. ഡീനെതിരായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഇപ്പോൾ യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടാകുന്നത്. അവിടെ ചില സംഘർഷവും നടക്കുന്നു എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ക്യാമ്പസിലെ ഇടതുപക്ഷ അനുകൂല അധ്യാപകരുടെ പിന്തുണയും ഈ SFI നേതാക്കൾക്ക് പ്രതിയാക്കപ്പെട്ടവർക്കുണ്ട് എന്ന ആരോപണവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഡീനെതിരെ കൂടുതൽ മുദ്രാവാക്യവുമായി പ്രവർത്തകർ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയ്ക്കുള്ളിലേക്ക് സമുച്ചയത്തിലേക്ക് കടന്നു കയറിയത്. അവിടെ പോലീസ് അവരെ പുറത്തേക്ക് എത്തിക്കാൻ അവിടെ നീക്കം ചെയ്യാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. വെറ്ററിനറി കോളേജിലെ ഡീൻ ഡോക്ടർ MK നാരായണന് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്ന് വിദ്യാർത്ഥികൾ തന്നെ നേരത്തെ വ്യക്തമാക്കിയെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഡീനെ രക്ഷിക്കാൻ ഡോക്ടർ MK നാരായണനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മന്ത്രി ചിഞ്ചു റാണി ശ്രമിക്കുന്നു. CPI അനുഭവമുള്ള സംഘടനയിൽപ്പെട്ട ആളാണ് ഡീൻ നാരായണൻ. ഈ സംഭവത്തിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. രക്ഷിച്ചെടുക്കാൻ മന്ത്രി ചിഞ്ചു റാണിയുടെ നേതൃത്വത്തിൽ CPI നേതാക്കൾ ശ്രമിക്കുന്നുവെന്ന ആരോപണം രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം പൂക്കോട്ട് ക്യാമ്പസിൽ നടക്കുന്നത്. KCS സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. KCS സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് തടഞ്ഞു. അവിടെ നിന്ന് തള്ളി പുറത്തേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.
KCS സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവരനെ ഉൾപ്പെടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പോലീസുമായി ഏറെ നേരമായി അവിടെ വാഗ്വാദം നടക്കുകയാണ്. വിവിധ ഭാഗത്ത് സമാനമായ രീതിയിൽ പ്രതിഷേധവും സംഘർഷവും ഒക്കെ അരങ്ങേറുന്നുണ്ട്. ഇത് ഒരു ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതായത് പോലീസിന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അകത്തേക്ക് ഇരച്ചു കയറിയത്. അതിനുശേഷമാണ് സംഘർഷം ക്യാമ്പസിൽ രൂപപ്പെട്ടത്. വലിയ പ്രതിഷേധമാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. SFI നേതാക്കളായ പ്രതികൾക്ക് രാഷ്ട്രീയമായ സംരക്ഷണം ലഭിക്കുന്നു. അന്വേഷണം അട്ടിമറിക്കാൻ ആദ്യം പൂക്കോട് SHO ശ്രമിച്ചു. സത്യം കണ്ടെത്താൻ ശ്രമിച്ച DYSPയെ മുന്നമല CK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തി ഭീഷണിപ്പെടുത്തി. പാർട്ടി ഓഫീസിൽ SFIക്കാർക്ക് അഭയം കൊടുത്തു. പ്രതികളായവരെ ഒളിപ്പിച്ചു തുടങ്ങിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ KSUവും MSFും യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെ പ്രതിഷേധവുമായി പൂക്കോട് സർവകലാശാലയിലേക്ക് ക്യാമ്പസിലേക്ക് ഇരച്ചു കയറിയത്. എന്താ മനസ്സിലാക്കി? നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്! അരുൺ അമൃതാഥുണ്ട്. അരുൺ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ പ്രതിഷേധം അവസാനിപ്പിച്ചവർ പുറത്തേക്ക് പോവുകയാണോ? എന്താണ് അകത്ത് സംഭവിച്ചത്? അലോഷ്യസ് സേവിയറിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഒരു വെറ്ററിനറി കോളേജിൽ ഒരു കോംപ്ലക്സ് ഉണ്ട്, അവിടേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു ആദ്യം ഉണ്ടായത്. അവിടെ വെച്ച് പോലീസ് തടഞ്ഞു. ആ കെട്ടിടത്തിന്റെ ഗ്രില്ല് അടച്ചു. അപ്പോൾ ഈ നേതാക്കൾ പറഞ്ഞത് ഹോസ്റ്റലിന്റെ ഇടിമുറിയിൽ തന്നെ പരിശോധിച്ചേക്കാം, ഹോസ്റ്റലിലേക്ക് പോയി പ്രതിഷേധിക്കുമെന്നൊരു നിലപാടുമായാണ് ഇപ്പോൾ ക്യാമ്പസിനുള്ളിൽ KSU പ്രവർത്തകർ ഇരച്ചു കയറി. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറുടെ നേതൃത്വത്തിലാണ് ഇരച്ചു കയറിയത്. പോലീസുമായി ഉന്തും തള്ളുണ്ടായി. പോലീസ് അവരെ ബലം പ്രയോഗിച്ചോടെ നീക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വാക്കുതർക്കം രൂക്ഷമായി. അതിന് പിന്നാലെ കോളേജ് ഹോസ്റ്റലിൽ ഇടിമുറി പരിശോധിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുകയാണ് KSU നേതാക്കൾ. സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിൽ സിദ്ധാർത്ഥനെ അതിക്രൂരമായി മർദ്ദിച്ചത് കോളേജിലെ ഹോസ്റ്റലിൽ വച്ചായിരുന്നു. ഹോസ്റ്റലിലേക്ക് പോയി അവിടുത്തെ ഇടിമുറി പരിശോധിക്കണം എന്ന ആവശ്യമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിനെതിരെ ഡീനെതിരെയും മുദ്രാവാക്യം മുഴക്കുന്നുണ്ട് നേതാക്കളും പ്രവർത്തകരും. ഡീൻ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, വിവരം മറച്ചുവെക്കാൻ ശ്രമിച്ചു, സത്യം പുറത്തുവരാതിരിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. അരുൺ കേൾക്കാമെങ്കിൽ ഹോസ്റ്റലിലേക്ക് പോവുകയാണോ? ഹോസ്റ്റലിലെ ഇടിമുറി പരിശോധിക്കണം, അവിടെ വെച്ച് പീഡിപ്പിച്ചാണ് കൊന്നത് എന്ന ആരോപണമൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നല്ലോ. അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിനായി എത്തിയവർ ഹോസ്റ്റൽ ഭാഗത്തേക്കും പോകുന്നുണ്ടോ ഈ പ്രതിഷേധക്കാർ? പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. പോലീസ് അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും തത്സമയം ദൃശ്യങ്ങളിൽ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണാം. രണ്ട് പ്രധാനപ്പെട്ട പ്രതിഷേധങ്ങളാണ് ക്യാമ്പസ് പരിസരത്തേക്ക് എത്തിയത്. ആദ്യത്തേത് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും പ്രതിഷേധമായിരുന്നു. അവിടെ രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടകനായി എത്തിയത്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. അല്പം മുമ്പ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധ പരിപാടി MSF ലീഗ് പ്രവർത്തകരും ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. രണ്ട് പ്രതിഷേധങ്ങളും അല്പനേരം പോലീസുമായി യുദ്ധം തള്ളുമൊക്കെ ഉണ്ടായി. പിന്നീട് സമാധാനപരമായെങ്കിൽ അതിന് പിന്നാലെ ഇപ്പോൾ കൂടുതൽ പ്രതിഷേധമുണ്ടായി. ക്യാമ്പസിനുള്ളിലേക്ക് KSU സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിൽ പ്രവർത്തകരും നേതാക്കളും ഇരച്ചു കയറുകയായിരുന്നു. തുടർന്നാണ് അവിടെ സംഘർഷാന്തരീക്ഷം രൂപപ്പെട്ടത്.